അതെ, നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നത് നമ്മൾ റിപ്പോ റേറ്റ് അങ്ങനെയുള്ള റേറ്റുകളുണ്ട്. അപ്പോൾ RBI റേറ്റുകൾ നിശ്ചയിക്കും. അതായത് RBI എന്ന് പറയുന്നത് ബാങ്കറിൻ്റെ ബാങ്കാണ്, സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം ബാങ്കുകാർ പണം RBIക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന നിരക്കുണ്ട്, കൊടുക്കുന്ന പലിശ നിരക്കുണ്ട്. അതുപോലെ RBIയിൽ നിന്ന് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. ഈ അവസാനം നിന്ന് ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർ പോയി വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ നിരക്ക് ഈ പറയുന്ന അതാണ് നമ്മുടെ നിരക്കിൽ ഒരു 0.5% അല്ലെങ്കിൽ 25 ബേസിസ് പോയിൻ്റ് കുറച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇത് നാച്ചുറലി മാർക്കറ്റിനെ ഇൻ്റർവീൻ ചെയ്യാനാണ്. അപ്പോൾ മാർക്കറ്റിനെ ഇൻ്റർവീൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് ജൂൺ വരെയൊക്കെയുള്ള നിരക്കുകൾ നോക്കണമെങ്കിൽ ഏതാണ്ട് 1% നിരക്ക് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെപ്പോസിറ്റിലും കുറയും, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പലിശ അങ്ങോട്ട് കൊടുക്കുന്ന ലോൺ ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾക്കും കുറയും. ജനറലി അത് ഒരു ഡിലേഡ് ആയിട്ട് വരും. കാരണം ബാങ്കുകാർക്ക് ഈ എല്ലാ ക്വാർട്ടർലിയുമാണ് ഈ പറയുന്ന റേറ്റ് നിജപ്പെടുത്തുന്നത്. അത് ഫ്ലോട്ടിംഗ് റേറ്റ് എടുത്തിട്ടുള്ള ആളുകൾക്കുണ്ടാവും. അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ ഞാൻ ഫിക്സഡ് എനിക്ക് 9.5% ഈ പലിശയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതല്ല അത് കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനനുസരിച്ച് നിരക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന ആളുകളും കാണും. അപ്പോൾ ബാങ്ക് ജനറലി, കാരണം നമ്മുടെ മിക്കവാറും എല്ലാ ബാങ്കുകളും ഒക്കെ ഒരു കോമ്പറ്റീറ്റീവ് ഒരു എൻവറോൺമെൻറ്റിലാണ്. അത് ഡെഫിനറ്റായിട്ട് ഒരു പാസ് ഓൺ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഡിലേ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേ ബി 1-2 ഒരു കുറച്ച് ചെറിയൊരു പെർസെൻറ്റേജ് മുഴുവനായിട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ബാങ്കുകൾ ജനറലി ഹാൻഡ് ഓവർ ചെയ്യും. കാരണം ഇന്ന് അത്ര ബാങ്കുകൾക്ക് ഇന്ന് ലോൺ കൊടുക്കാനായിട്ടുള്ള പണം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പണം വെറുതെ ഇരുന്നാൽ അതിനൊരു ഈൽഡില്ല. അതുകൊണ്ട് നാച്ചുറലി ഒരു മാർക്കറ്റ് ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ ഇത് എൻഡ് കൺസ്യൂമേഴ്സിന് കൊടുക്കും. അപ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചോളണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പോസിറ്റിൻ്റെയും പണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പലിശ ബാങ്കുകാർ കുറയ്ക്കും. ഒരുപക്ഷെ ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ പലിശ കുറച്ച് പെട്ടെന്ന് നിരക്ക് കുറച്ചേക്കാം, ലോണിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഡിലേ ഉണ്ടാക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്ന് എല്ലാ ബാങ്കുകളും ആ നിരക്ക് കുറയ്ക്കുന്നതനുസരിച്ച് ആ ബെനിഫിറ്റ് പാസ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ.